ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു ദ കരിയർ FM ഓഫ് സ്മാർട്ട് ഹബ്. +1 ഏകജാലക അലോട്ട്മെന്റിലൂടെ അഡ്മിഷൻ ലഭിച്ച നിരവധി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഇപ്പോൾ ഒരേ ഒരു സംശയത്തിലാണ്. എനിക്ക് കിട്ടിയ സ്കൂൾ മാറ്റാൻ പറ്റുമോ? കോമ്പിനേഷൻ മാറ്റാൻ സാധിക്കുമോ? വേക്കൻസി ഇല്ലെങ്കിൽ അപേക്ഷിക്കാമോ? ഫസ്റ്റ് ഓപ്ഷൻ എങ്ങനെ നൽകണം? ഇതുപോലുള്ള എല്ലാ പ്രധാന സംശയങ്ങൾക്കും വ്യക്തമായ ഉത്തരമാണ് ഈ വീഡിയോയിൽ നൽകുന്നത്. അതിനാൽ വീഡിയോ അവസാനം വരെ കാണുക. ഹയർ സെക്കൻഡറി സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറിനുള്ള അപേക്ഷ ജൂലൈ 25 ഈ ശനിയാഴ്ച ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. ഔദ്യോഗിക അഡ്മിഷൻ പോർട്ടലിൽ ലഭ്യമായ ഒഴിവുകൾ, ട്രാൻസ്ഫർ നോട്ടിഫിക്കേഷൻ, അപേക്ഷിക്കാനുള്ള ലിങ്ക് ഇവയെല്ലാം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിനാൽ നിർബന്ധമായും പോർട്ടൽ പരിശോധിക്കുക. ആർക്കൊക്കെയാണ് അപേക്ഷിക്കാനാവുക? ഏകജാലക മെറിറ്റ് കോട്ട വഴി +1 പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ മാറ്റത്തിനും കോമ്പിനേഷൻ മാറ്റത്തിനും അപേക്ഷിക്കാം. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് നിർബന്ധമായും ചെയ്യേണ്ടത് ആദ്യം ഔദ്യോഗിക പോർട്ടലിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന വേക്കൻസി ലിസ്റ്റ് പരിശോധിക്കുക. ഏതെല്ലാം സ്കൂളുകളിലാണ് സീറ്റ് ഒഴിവുള്ളത്, ഏതെല്ലാം കോമ്പിനേഷനുകളിലാണ് അവസരമുള്ളത്, ഇവ വ്യക്തമായി മനസ്സിലാക്കിയ ശേഷം മാത്രം ഓപ്ഷൻ നൽകുക. ഫസ്റ്റ് ഓപ്ഷൻ എങ്ങനെ നൽകണം? ഇതാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് തെറ്റ് സംഭവിക്കുന്ന ഭാഗം. ഓപ്ഷൻ നൽകുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള സ്കൂൾ അല്ലെങ്കിൽ കോമ്പിനേഷൻ ഒന്നാം ഓപ്ഷനായി നൽകണം. ശേഷം രണ്ടാം മുൻഗണന, മൂന്നാം മുൻഗണന, അങ്ങനെ ക്രമത്തിൽ നൽകുക. ഒരിക്കലും സൗകര്യത്തിന് വേണ്ടിയോ കിട്ടുമെന്ന് തോന്നിയത് കൊണ്ടോ ഫസ്റ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കരുത്. കാരണം ട്രാൻസ്ഫർ അലോട്ട്മെന്റിൽ ആദ്യം പരിഗണിക്കുന്നത് നിങ്ങളുടെ പ്രയോറിറ്റി ഓർഡറാണ്. ഒരു ഓപ്ഷൻ മാത്രം മതിയോ? അല്ല, കഴിയുന്നത്ര അനുയോജ്യമായ സ്കൂളുകളും കോമ്പിനേഷനുകളും ഉൾപ്പെടുത്തുന്നതാണ് നല്ലത്. ഒന്നോ രണ്ടോ ഓപ്ഷനുകൾ മാത്രം നൽകിയാൽ അവസരം നഷ്ടപ്പെടാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. വേക്കൻസി ഇല്ലെങ്കിൽ അപേക്ഷിക്കാമോ? ഇതാണ് ഏറ്റവും കൂടുതൽ ചോദിക്കപ്പെടുന്ന ചോദ്യം. ഉത്തരം അതെ, അപേക്ഷിക്കാം. ഇപ്പോൾ വേക്കൻസി ഇല്ലെങ്കിലും പിന്നീട് ആരെങ്കിലും അഡ്മിഷൻ ക്യാൻസൽ ചെയ്താൽ, മറ്റൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ലഭിച്ചാൽ, സീറ്റ് ഒഴിവായാൽ ആ വേക്കൻസി ഉപയോഗിച്ചാണ് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് നടത്തുന്നത്. അതുകൊണ്ട് വേക്കൻസി ഇല്ലെന്ന് കണ്ടാൽ ഉടൻ ആ സ്കൂൾ ഒഴിവാക്കേണ്ടതില്ല. ട്രാൻസ്ഫർ കിട്ടിയാൽ പഴയ അഡ്മിഷൻ നിലനിൽക്കുമോ? ഇല്ല. നിങ്ങൾ നൽകിയ ഓപ്ഷനിൽ ഏതെങ്കിലും സ്കൂളിലേക്കോ കോമ്പിനേഷനിലേക്കോ ട്രാൻസ്ഫർ ലഭിച്ചാൽ ആ പുതിയ അഡ്മിഷൻ സ്വീകരിക്കേണ്ടതാണ്. പഴയ സ്കൂളിൽ തുടരാൻ സാധിക്കില്ല. അതുകൊണ്ട് ശരിക്കും പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്കൂളുകളും കോമ്പിനേഷനുകളും മാത്രമേ ഓപ്ഷനിൽ ഉൾപ്പെടുത്താവൂ. അപേക്ഷ നൽകുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ: പ്രയോറിറ്റി ശരിയായി നൽകുക, കഴിയുന്നത്ര കൂടുതൽ ഓപ്ഷനുകൾ ഉൾപ്പെടുത്തുക, വേക്കൻസി ലിസ്റ്റ് നന്നായി പരിശോധിക്കുക, വേക്കൻസി ഇല്ലെങ്കിലും ആവശ്യമെങ്കിൽ അപേക്ഷിക്കുക, ട്രാൻസ്ഫർ ലഭിച്ചാൽ പഴയ അഡ്മിഷൻ നിലനിൽക്കില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. പിന്നെ ഒരു ചെറിയ അശ്രദ്ധ പോലും നിങ്ങളുടെ ഇഷ്ടമുള്ള സ്കൂളോ കോമ്പിനേഷനോ നഷ്ടപ്പെടുത്താൻ കാരണമായേക്കാം. അതുകൊണ്ട് അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് ഓരോ ഓപ്ഷനും ശ്രദ്ധയോടെ പരിശോധിക്കുക. Stay tuned with Smart Hub. Channel subscribe ചെയ്യൂ. Career updates അറിയൂ. Right career choose ചെയ്യൂ. Because your future deserves the right guidance. Smart Hub. Let's get smarter together.